തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ലെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. UDF നേതൃത്വം അക്കാര്യം പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ടുമില്ല. ഭാവിയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ലെന്നും വി ജോയ് പറഞ്ഞു. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഭരണസ്തംഭനം എല്ലാവർക്കും അറിയാം. ഇത്രയധികം മോശപ്പെട്ടൊരു പ്രവർത്തനം നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാപ്പ കേസിലെ പ്രതി കൗൺസിലറായി തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ഒരു മാസമായി LDF നിരന്തരമായ സമരത്തിൽ നിൽക്കുകയാണ്. ഒരു ദിവസം പോലും UDF അതിനെതിരായിട്ടൊരു സമരരംഗത്തേക്ക് വന്നില്ല. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അവിശ്വാസം കൊടുക്കുകയാണ്. ഞങ്ങൾക്കതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. UDF അവിശ്വാസം കൊടുക്കുന്നത് കൊണ്ട് LDF പിന്തുണയ്ക്കണം എന്നതിനെ സംബന്ധിച്ച് അതൊരു നയപരമായ പ്രശ്നമാണ്. ആ നയപരമായ പ്രശ്നങ്ങളിൽ അങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല. ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു തീരുമാനം പറയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളോടത് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്നാൽ ഭാവിയിൽ അങ്ങനെ ആകില്ല. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷഫീദ്, UDF ഏതായാലും അവിശ്വാസ പ്രമേയം നീക്കാനുള്ള തീരുമാനത്തിലാണ്. ഇടതുമുന്നണിയുടെ പിന്തുണ ഉറപ്പാക്കുക എന്ന ഒരു നീക്കം അവർ നടത്തിയിട്ടില്ല എന്നാണോ വി ജോയ് പറഞ്ഞത്? അതല്ല UDFന്റെ ഈ നീക്കത്തിനോട് പിന്തുണയ്ക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നാണോ അദ്ദേഹം വ്യക്തത വരുത്തിയോ ഈ കാര്യത്തിൽ? നിലവിലിപ്പോൾ ഇക്കാര്യത്തിൽ, അതായത് ഈ വിഷയത്തിൽ CPMന്റെ നിലപാട് അല്ലെങ്കിൽ LDFന്റെ നിലപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയ് ആണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. നിലവിൽ ഈ സാഹചര്യത്തിൽ സഹകരിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് LDFന്റെ തീരുമാനം. 101 അംഗ കൗൺസിലാണ് ഉള്ളത്. ഇതിൽ 20 പ്രതിനിധികളാണ് UDFനുള്ളത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 34 കൗൺസിലർമാർ ഒപ്പിട്ട അപേക്ഷ നൽകണം. തുടർ നടപടി എന്തായാലും പ്രമേയ നോട്ടീസ് നൽകാനാണ് നിലവിലിപ്പോൾ ജില്ലാ UDF തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യം അല്പസമയം മുൻപ് KS അഭിനാഥൻ അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ പിന്തുണയ്ക്കില്ല, അവിശ്വാസ പ്രമേയം പിന്തുണയ്ക്കില്ലെന്നാണ് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് അറിയിച്ചിരിക്കുന്നത്. പാർട്ടിയുമായി ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും കൂടാതെ UDF നേതൃത്വം ഇക്കാര്യം പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ടുമില്ല എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഭാവിയിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സഹകരണ മനോഭാവം പൂർണ്ണമായും റദ്ദ് ചെയ്ത് കളയുന്നില്ല. ഭാവിയിൽ മറ്റേതെങ്കിലും വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ ആലോചിക്കാം എന്നുള്ള തീരുമാനമാണ് നിലവിൽ ഇപ്പോൾ വി ജോയ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ CPM നിലപാടിനെതിരെയും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. BJP CPM ധാരണയുടെ ഭാഗമാണ് അവിശ്വാസ പ്രമേയത്തിൽ സഹകരിക്കാത്തത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ കുറ്റപ്പെടുത്തൽ. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.